ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു 3-4 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയ്ക്ക് ഒത്തിരി റിപ്ലൈ വന്നിരുന്നു. വാട്സപ്പിൽ മെസ്സേജുകളുടെ പെരുമഴയാണെന്ന് തന്നെ പറയാം. കുറേ പേര് ഇത് ചെയ്ത് നോക്കിയിരുന്നു. ചെയ്ത് നോക്കിയിട്ടവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ട്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പ് പെട്ടെന്ന് ഒറ്റ ഇടിയിലിനുകൊണ്ട് തന്നെ മുഖത്തെ കരിവാളിപ്പ് പെട്ടെന്ന് മാറാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവരൊന്ന് കയറിപ്പോയി നോക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതിന് അനുയോജ്യമായതുപോലെ തന്നെ ഒരു ടിപ്സാണ്. അതായത് ഒരു ഫേസ് പാക്കാണ് പറഞ്ഞിരുന്നത്. ഇതും നമ്മുടെ മുഖം നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനായിട്ട്, അതുപോലെ നമ്മുടെ ഏജ്, നമ്മുടെ കുറച്ച് ചുളിവുകളൊക്കെ ഉള്ള ചുളിവുകളൊക്കെ ഒന്ന് കുറച്ച് വരാനായിട്ടും, അതുപോലെ തന്നെ മുഖത്തെ ടാനൊക്കെ മാറാൻ, കറുത്ത പാടുകൾ മാറാൻ, മുഖം ഗ്ലോ ആവാനായിട്ട് എല്ലാം ഉള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം മുഴുവനായി കണ്ടാൽ മാത്രം അത് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും വീഡിയോ കാണുമ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു സപ്പോർട്ടും ഒക്കെ തരണേ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ അത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് കാണിച്ചു തരുന്നില്ല. അപ്പോൾ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ സമയം ലേറ്റ് ആവും. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കൂന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ലെങ്ത് കുറച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം, പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തോണം. അപ്പം നമുക്ക് ആദ്യം വേണ്ട സാധനം എന്താണ്? പച്ചരി നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്. ഇപ്പം അടുക്കളയിൽ പോയി നോക്കുക, അടുക്കളയിൽ നിങ്ങൾക്ക് പച്ചരി കാണും അല്ലേ? എന്തായാലും അതുണ്ട്. അപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് വേണ്ടത്. അത് തലേദിവസം നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം എടുത്ത് ആ ഒരു വെള്ളത്തോട്, നമുക്ക് കുതിരാൻ ആവശ്യമായ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്യുക. അരച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയുടെ, ഒരു നുള്ളെന്ന് പറയുന്നത് കയ്യിൽ പിഞ്ച് ഒരു മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്ത് കുറച്ച് ലൂസായിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കുക. അതായത് ഒരു പാത്രം അടുപ്പിൽ വെക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക, ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലും പക്കട് ഉപയോഗിച്ച് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു അരച്ച് വെച്ച കൂട്ടതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ക്രീം കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് തന്നെ അതായി കിട്ടും. കാരണം നമ്മൾ ഡയറക്റ്റ് അല്ല അടുപ്പിൽ വെക്കുന്ന, ഗ്യാസിൻ്റെ ഇങ്ങനെ ഡബിൾ ബോയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും, കരിയാതെ. അങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതെടുത്ത് നമ്മൾ വെച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി അതിനകത്തേക്ക് ചേർക്കേണ്ട സാധനം ഒരു 3 തണുത്തതിന് ശേഷം അതിനകത്തേക്ക് 3-4 ഡ്രോപ്സ് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഹണി, അതായത് തേന ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ തേന തണുത്ത ഈ മിശ്രിതത്തിനകത്തോടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതായത് ക്രീം കൺസിസ്റ്റൻസിയിലായ ആ ഒരു കൂട്ടിലേക്കാണ് നമ്മൾ ഇത് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാല്, വളരെ കുറച്ച്, അതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫേസിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഒരു 20-25 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതൊരു കാര്യവും നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പാത്ത് ടെസ്റ്റ് നടത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ചെവിയുടെ പുറകിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് മതി. വെച്ചതിന് ശേഷം ചെയ്യുകയാണ്. നമുക്ക് അതിൽ ചൊറിച്ചിലോ, ചിലർക്ക് നാരങ്ങ അലർജി ആയിരിക്കും, തേൻ അലർജി ആയിരിക്കും, പാൽ അലർജി ആയിരിക്കും. ഇങ്ങനെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഉള്ളവർ, സ്കിൻ അലർജീസ് ഒക്കെ ഉള്ളവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജീസ് ഉള്ളവർ മാത്രം എല്ലാവരും ടെസ്റ്റ് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആണോ ഇല്ലെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് നല്ലപോലെ മുഖം വാഷ് ചെയ്തതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം കാണുന്നതായിരിക്കും. ഇത് നമ്മൾ ആ ഒരു മിശ്രിതം, ആ മിക്സ് ചെയ്ത മിശ്രിതം എന്ത് ചെയ്യണം, ആ ഒരു ക്രീം നമ്മുടെ ഒരു ഗ്ലാസ് ബൗളിൽ, വീട്ടിൽ ചെറിയ ഗ്ലാസ് ബൗളുകളൊക്കെ കാണുമല്ലോ, അതിനകത്തേക്കാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അത് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഡെയിലി ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തോളൂ. അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വേണമെങ്കിൽ നമ്മളിത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുക. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വെള്ളം എടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ടവൽ ഡ്രൈ ചെയ്യുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്
നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതും അത് ഇനി യൂസ് ചെയ്യാനിരിക്കുന്നതുമായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. നല്ല മോയ്സ്ചറൈസർ, നല്ല സൺസ്ക്രീം, നല്ല എന്താ പറയുക, നല്ല ഫേസ് വാഷ്, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ടാഗ് ചെയ്യുന്ന പറയുമ്പോൾ വീഡിയോയിൽ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ടാഗ് ചെയ്തിട്ട് അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്താൽ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് നമ്മുടെ മോയ്സ്ചറൈസർ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം മറന്നുപോയി, എന്താണ് പറഞ്ഞു വന്നത്, ഫേസ് പാക്ക് കിട്ടുന്നതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. പ്രത്യേകിച്ചും 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഇത് കിട്ടുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരാഴ്ച അടുപ്പിച്ചൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ ഒന്ന് തിളങ്ങി വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നലെ ഇത് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാനിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. കാരണം ഇന്നലെ ഇട്ട ഉടനെ ഇന്ന് ഇട്ടത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കി ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു സ്കിന്ന് നല്ലതായിട്ട് ഒരു നല്ല ഗ്ലോ വന്നു, ഒരു നല്ലൊരു മോയ്സ്ചറായിട്ട് നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനായിട്ട് ഈ ഒരു പായ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാലൊക്കെ ചേർത്തുകൊണ്ട്, പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തേനൊക്കെ മുഖത്തെ ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. നാരങ്ങാനീര് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ടും ചുളികൾ മാറ്റാനായിട്ടും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് കിടക്കുന്ന ഓരോ സാധനങ്ങളും വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്നതിനെക്കാട്ടും വാട്സപ്പിൽ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ചെറിയ റിപ്ലൈ ഒക്കെ ഞാൻ തരാം. എന്തായാലും നമുക്ക് ഇത് ചെയ്താൽ വളരെയധികം നല്ലതാണ്. എന്തായാലും നമ്മളൊരു എന്നെപ്പോലെ തന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും ആർക്കും ചെയ്യാൻ കേട്ടോ. പ്രായഭേദം ഒന്നുമില്ല, ആർക്കും ചെയ്യാം. പക്ഷെ ഞാൻ 50 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായമായവർക്ക് വേണ്ടി കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടൊന്നും വിചാരിക്കില്ലേ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയതിന് ശേഷം മറ്റുള്ളവർക്ക്, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടമാകുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.